Watch full episodes on Jio Hotstar. നിങ്ങൾ ആരാ? ശിവ എവിടെയാണ്? ഇതേതോടെ പുതിയ അപമാനോ? ഞാൻ ഇവിടെ ശിവനെ അന്വേഷിച്ചാണ് വന്നിരിക്കുന്നത്. ആൾക്കാരെ ഓട്ടും രാഗം ഇപ്പോൾ പാടാം. ഓട് 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 രാഗം. നന്നായിട്ട് ഉറക്കെ പാടൂ. നിങ്ങളുടെ പാട്ട് കേട്ടിട്ട് അതിന് സഹിക്കാൻ പറ്റുന്നില്ല. പാടിക്കൊണ്ടേയിരിക്കും. ഇൻസ്പെക്ടർ ലഡു സിംഗ് സാറേ, ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ വിവരം എന്താണെന്നാൽ 30th സെഞ്ചുറിന്ന് ഒരു റോബോട്ട് വന്ന് ശിവയെ പിടികൂടാനായിട്ട് നടക്കുന്നുവെന്നാണ്. ഈ വിവരത്തെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ശിവേന ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സാറ് പറഞ്ഞത് ശരിയാണ്. ഒരു റോബോട്ട് 30th സെഞ്ചുറിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആ റോബോട്ടിന് ശിവേന അത്ര പെട്ടെന്നൊന്നും ആക്രമിക്കാൻ കഴിയില്ല. എനിക്ക് ടിവിയിൽ എങ്ങനെ സത്യം പറയാൻ പറ്റാ? ശിവേന ഒരു പഴയ രാജകൊട്ടാരത്തിലാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എങ്ങനെ? മാത്രമല്ല ആ കൊട്ടാരത്തിലേക്ക് പോകാനുള്ള വഴി ആർക്കും അറിയില്ല. അതിനകത്ത് ഇന്റർനെറ്റ് സൗകര്യമില്ല. അപ്പൊ പിന്നെ വൈ ഫിയർ? താൻ എങ്ങോട്ടായി പോയിരുന്നേ? ശരി, ആദ്യം ഇത് പറ. തനിക്ക് വല്ല വിവരം കിട്ടിയോ? ആദ്യം തന്റെ പേര് പറഞ്ഞേ. ഓഹോ, എടോ പേടാറാം, തനിക്കെന്താ എന്റെ പേര് ഓർമ്മയില്ലേ? എനിക്കറിയില്ല. ഞാൻ തന്നോട് വീണ്ടും ചോദിക്കാണ്. പേര് പറ. എടോ പൊന്നു സുഹൃത്തെ, എന്നാ കേട്ടോ, എന്റെ പേര് ലഡ്ഡു സിംഗ് ആണ്. ലഡ്ഡു സിംഗ്. ഇവൻ ശരിക്കും ആ ഡ്യൂപ്ലിക്കേറ്റ് ആളെന്നെയാണല്ലോ. ഞാൻ തന്റെ പേരെന്താണ് ചോദിക്കുമ്പോ ഇവൻ എന്റെ പേരില പറയേണ്ടത്. ഇവന്റെ അടുത്ത് ഇപ്പൊ തന്നെ സത്യം തെളിയിക്കണം. താൻ എന്തായി ആലോചിക്കുന്നത് പേടാറാം? ഞാൻ പറഞ്ഞല്ലോ എന്റെ പേര് ലഡ്ഡു സിംഗ് ആണ്. ലഡ്ഡു സിംഗ്. ശരിക്കും എന്റെ പേര് ലഡ്ഡു സിംഗ് ആണ് പേടാറാം. ഇങ്ങനെ തല്ലല്ലേ. ഈ പേര് എനിക്ക് എന്റെ സ്വന്തം അച്ഛനമ്മ തന്നെയാണ് വെച്ചത്. അതിന് താൻ എന്തിനാണോ എന്നെ തല്ലുന്നത്? ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ വരെ എന്റെ പേര് ഫേമസ് ആണ്. സാറ് ഒറിജിനൽ തന്നെയാണല്ലോ. സോറി സാർ, സോറി. സാറല്ലേ എന്നോട് പറഞ്ഞത് നമുക്ക് സിമ്പിൾ പാസ്വേഡ് വെക്കാന്ന്. നമ്മൾ തമ്മിൽ പേര് പറയണമെന്ന്. സാറ് വീണ്ടും പറഞ്ഞല്ലോ. എന്ത് പാസ്വേഡ്? എനിക്കിപ്പോ ഏതായാലും ഓർമ്മ വന്നു. ഞാൻ അതിനെ കുറിച്ച് ആകെ മറന്നുപോയി. അതാണ് കാരണം. ഏതായാലും അവസാനത്തെ പാസ്വേഡ് കേട്ടോ? എനിക്ക് ഓർമ്മയില്ല. ഓക്കെ,
എനിക്ക് ഓർമ്മയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, താൻ എന്നോട് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ പറയും എനിക്ക് ഓർമ്മയില്ലെന്ന്. പ്രോബ്ലം സോൾവ്. കലക്കി സാറേ കലക്കി, ഇത് സൂപ്പർ ഐഡിയ തന്നെയാണല്ലോ. മുത്തശ്ശൻ എങ്ങോട്ടേലും പോവാണോ? കേറിക്കോളൂ, ഞാൻ മുത്തശ്ശനെ ഡ്രോപ്പ് ചെയ്തോളാം. ഞാൻ എവിടെ പോകാനാ? ശിവയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് അവനെ ഉടനെ കണ്ടെത്തേണ്ടതുണ്ട്. എന്റെ മുത്തശ്ശൻ വെറുതെ വിഷമിക്കണ്ടേ. ശിവയ്ക്ക് ഒരു കുഴപ്പമില്ല. കേറിക്കോളൂ, ഞാൻ മുത്തശ്ശനെ ശിവന്റെ അടുത്ത് കൊണ്ടുപോയി വിട്ടോളാം. ശിവ, ഇതെന്താ മുത്തശ്ശൻ ഇവിടെ വന്നിരിക്കുന്നേ? എന്താ മുത്തശ്ശൻ ഇവിടെയോ? മുത്തശ്ശ, എന്തായാലും ഇവിടേക്ക് വന്നത് നന്നായി. ഞാൻ താഴേക്ക് വരാം. നീ അവിടെ തന്നെ നിന്നാ മതി ശിവ, ഞാൻ മുകളിലോട്ട് വരാം. മുത്തശ്ശ സൂക്ഷിക്കണേ, വഴുതി വീഴാൻ സാധ്യതയുണ്ട്. അത് കലക്കി. ശിവ, തന്റെ മുത്തശ്ശനെ ഏതായാലും സമ്മതിക്കണം കേട്ടോ. ഈ പ്രായത്തിലും അദ്ദേഹത്തിന് എന്തൊരു ശക്തിയാണല്ലേ. No, no, ഇത് മുത്തശ്ശനെ അല്ല. Everybody, run. ഇത് റോബോട്ടിക്സ് ആണ്. ശിവ, എന്തിനാണ് ഓടിപ്പോകുന്നത്? എനിക്ക് വേണ്ടി ഒന്ന് നിൽക്കൂ. എനിക്ക് വയസ്സൊക്കെ ആയില്ലേ മോനെ. നിന്റെ ഒപ്പം വേഗം നടന്നു വരാനൊക്കെ എനിക്ക് ആകുമോ? വെറുതെ ഇരിക്കും റോബോട്ടിക്സ്. നിനക്ക് എത്രമാത്രം ശക്തിയുണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയാം. ശിവ, സൂക്ഷിക്കണേ, മുന്നോട്ട് ചതിക്കുഴിയുണ്ട്. യു ഡോണ്ട് വറി ദേവ. അത് അറിഞ്ഞത് കൊണ്ടാണ് ഈ വഴിക്ക് ഞാൻ റോബോട്ടിനെ കൊണ്ടുവരുന്നത്. മുത്തശ്ശി, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ പെട്ടെന്ന് തരൂ. മുത്തശ്ശി, മുത്തശ്ശ, ഭീം സിംഗ്, എല്ലാരും പെട്ടെന്ന് എവിടേക്കാ പോയത്? മുത്തശ്ശ, മുത്തശ്ശി, ഭീം സിംഗ്, നിങ്ങൾ ആരെങ്ങനെ കെട്ടിയിട്ടത്? നീയോ? അല്ല, നീ എങ്ങനെയാ ഇവിടെ എത്തിയത്? I am Robotex. എന്നെ ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല. I am 30th century Robotex. Nobody can destroy me. ഇനി നിനക്ക് നിന്റെ ഗ്രാൻഡ് പാരന്റ്സിനെ വേണമെന്നുണ്ടെങ്കിൽ come with me. ഞാൻ നിന്റെ കൂടെ വരാൻ റെഡിയാണ്. ഇവരെ വെറുതെ വിട്ടേക്കൂ.
ദേ അത് കണ്ടോ, ശിവയും കൊണ്ട് പോകുന്നു. വരൂ നമുക്ക് സഹായിക്കാം. എന്റെ പിടനല്ലേ പറഞ്ഞത്. Leader Mad X wants to meet you. നീ തന്നെയാണ് ശിവ. 20 വർഷം കഴിഞ്ഞ് നീ എന്നെ കൊല്ലുന്നതായിരിക്കും. അല്ല, നിങ്ങൾ ആരാന്ന് പോലും എനിക്കറിയാം. പിന്നെ ഞാൻ എന്തിനാ നിങ്ങളെ കൊല്ലാൻ പോകുന്നത്? ഇന്ന് നിനക്ക് എന്നെ മനസ്സിലായില്ലെങ്കിലും 20 വർഷം കഴിഞ്ഞ് തീർച്ചയായിട്ടും നിനക്ക് എന്നെ മനസ്സിലാവും. അന്ന് എന്നെ നീ കൊല്ലും. അതുവരെ എനിക്ക് കാത്തിരിക്കാൻ സാധ്യമല്ല. റോബോട്ട് എക്സ് ശിവയെ കൊന്നു കളഞ്ഞേക്കൂ. വേഗം. Shiva will be finished. എന്റെ സൈക്കിൾ. ഞങ്ങളും കൂടി സഹായിച്ചേര്. നിനക്ക് മാത്രമാണല്ലോ അവൻ താങ്ക്സ് പറഞ്ഞത്. ഇത് ശരിയല്ലേട്ടോ. ഉണ്ടല്ലോ. ഹലോ, ആ ശിവ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അതെ ലഡു സിംഗ് സർ, ശിവയ്ക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ രേവയെ സംസാരിക്കുന്നേ. ശിവ ഇവിടെ ജോലി ചെയ്തോണ്ടിരിക്കാണ്. Watch India's largest kids library only on Jio Hotstar. Download the app now.